ടൈം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. കരവിരുതിന്റെ വിസ്മയ കാഴ്ചയുമായി 11ാമത് സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശലമേള അവസാന നാളുകളിലേക്ക്. വന്ന കസ്റ്റമേഴ്സ് നല്ല പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു 90% കരകൗശല വിദഗ്ധരും സംതൃപ്തരാണ്, അവരുടെ സെയിലർ സംതൃപ്തരാണ്. പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത, ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാളുകൾ നമ്മൾ സ്വന്തമായിട്ട് മരം കൊണ്ടുണ്ടാക്കിയതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ നമ്മൾ ഈ അന്തർദേശീയ കരകൗശലമേള സംഘടിപ്പിക്കുന്നത്. ഒലിവിയ വുഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഹിൽ ബസാർ റോഡ്, മുച്ചുകുന്ന്. ലോകത്തിന്റെ നാനാകോണിലെയും കലയും കരവിരുതും ലോക സംസ്കാരങ്ങളും സമന്വയിക്കുന്ന വിസ്മയ ലോകമായ സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശലമേള അവസാനിക്കുവാൻ 3 ദിനം ബാക്കി നിൽക്കെ ആസ്വാദക തിരക്ക്. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലെ കരകൗശല കലയുടെയും സംസ്കാരത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യം വരച്ചുകാട്ടുന്ന മേളയിൽ ഉസ്ബെക്കിസ്ഥാൻ, ഉഗാണ്ട, സിറിയ, ശ്രീലങ്ക, നേപ്പാൾ, ജോർദാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ സർഗാലയിൽ ആദ്യമായി എത്തുന്ന റഷ്യ, ടുണീഷ്യ, ഈജിപ്ത് എന്നിങ്ങനെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള 27ഓളം കലാകാരന്മാരും 20 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 400 കരകൗശല വിദഗ്ധരും मैंने केरला में आया, एक्सपीरियंस तो अच्छा ही है। इधर तो अच्छा ही चल रही है। मैं 3rd टाइम आया हूँ इधर, अच्छा ही है। Marwa Saif. I am from Egypt. It is first time to here in Kerala. I am very busy to be with you. I meet a lot of friends in Kerala, all kindly. I am a handmaker. This is all my product. I made all product from leather, made bags and wallet and bill. I am very happy to be with you, and I will come back next week. السلام عليكم. أنا فدوى الدميسي من تونس، موديليست، بعمل ديزاينر، بعمل لباس تقليدي تونسي، وبشتغل على الأقمشة طبيعية مثل الحرير، مثل الصوف، مثل اللينن، وبشتغل شغل يدوي، تطريز يدوي. بشغل معايا طرازات يشتغلوا على الأقمشة. وحضرت لأول مرة في معرض صرقلاية اللي استقبلوني بكل ترحاب، وأنا بشكرهم. كل في كيرلا كل الناس طيبين وفرحوا بينا، وأنا فرحانة برشا اللي حضرت هوني لأول مرة، وإن شاء الله سنحضر برشا مرات في الأعوام القادمة. Wildlife. Uganda has a rich
rich wildlife. You'd wish to come and see. You can see these gazelles. We also have these are cobs, good for the countries. And these faces depict people, the people in my country. There's nothing so much, but they depict the faces of the people. These are groups depicting the families, husband, mother, and child. Yeah. Then when you look at this, we have the boats. We have a lot of fish in Uganda. If you so wish to come to Uganda, the best thing to eat is the fish. Fresh fish, by the way, not just fish. Look at the animals. We have the elephants. Hello, my name's Nandaula Mariam from Uganda, Kampala. We deal in art and crafts. We make a lot of stuff, the jewelry. We do jewelry. This is an headgear for the traditional dancers in Uganda, made out of the Ugandan colors. കേന്ദ്ര സർക്കാർ ടൂറിസം, ടെക്സ്റ്റൈൽ മന്ത്രാലയങ്ങളുടെയും കേരള ടൂറിസം വകുപ്പിന്റെയും നബാർഡിന്റെയും സഹകരണത്തോടെയും കേരള വനം വന്യജീവി വകുപ്പിന്റെ പിന്തുണയോടെയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉപസ്ഥാപനമായ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് സംഘടിപ്പിച്ചിരിക്കുന്ന മേളയിൽ ശ്രീലങ്കയാണ് ഇക്കുറി പങ്കാളിത്ത രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം ഫെയറായ ITB ബെർലിൻ 2024 പ്രഖ്യാപിക്കുന്ന ITB അവാർഡിന് മത്സരിക്കാൻ യോഗ്യത നേടുകയും ചെയ്തതിന്റെ കൂടി നിറവിലാണ് സർഗാലയ ഇത്തവണ ലോകമേളയ്ക്ക് വേദിയൊരുക്കിയിട്ടുള്ളത്. ഇവിടെ സന്ദർശിക്കുന്ന ആളുകളൊക്കെ തന്നെ പവലിയനിൽ വരികയും കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വാങ്ങുകയും അവരെ പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭയത്തിലെ സ്പെഷ്യൽ സ്കൂള് 13 തീവ്ര ബഹുവൈകല്യമുള്ള ആളുകളെ ആജീവനാന്ത പരിരക്ഷ ഏറ്റെടുത്ത റെസിഡൻഷ്യൽ കെയർ ഹോം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിമാസം 6.5 ലക്ഷം രൂപ വേണം. ചേമഞ്ചേരി പോലെയുള്ളൊരു ഗ്രാമത്തിൽ ഇത്തരമൊരു സ്ഥാപനം നടക്കുന്നത് പഞ്ചായത്തിൽ 8,500ഓളം വരുന്ന കുടുംബം അഭയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതുകൊണ്ട്. കദം, ചന്ദനം, എബണി എന്നീ മരങ്ങളിൽ നിർമ്മിച്ച കരവിരുതിലെ രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ശില്പഗുരു പുരസ്കാരം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഹരിയാനയിലെ ബോണ്ടുവാൾ കുടുംബം പ്രത്യേകതരം മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളുടെ ശേഖരവുമായി നാഗാലാൻഡ്, മുളയിൽ പണിത നിർമ്മിതികളുമായി ആസാം കലാകാരന്മാർ, വിസ്മയം തീർക്കുന്ന ചിത്രകലയുമായി കൊൽക്കത്തയിൽ നിന്നുള്ള ചിത്രകാരൻ, കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റുകളുമായി തമിഴ്നാട് തുടങ്ങി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള കരകൗശല വിദഗ്ധരും സർഗാലയിലെ 100 സ്ഥിരം കലാകാരന്മാരും പങ്കെടുക്കുന്ന പ്രത്യേക കരകൗശല പവലിയൻ. Yeah, this is my first time to participate in Sargalaya. It's a good response only till now, and the market is also good, and the people of Kerala are good, humble, they are helping, and my products, I came from Nagaland to represent Nagaland, and my products are all handmade of textiles and jewelries. So I belong from a very small state, but coming here and getting a good experience. So hope to come again for the next year, and let's see what will be the response at the end.
ഞങ്ങൾ സംസ്ഥാനത്ത് പ്രവൃത്തി പരിചയമേളയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ കിട്ടിയ കുട്ടികളാണ്. ഞങ്ങൾ ഇതൊക്കെ കൈകൊണ്ട് ചെയ്ത് കൊണ്ട് സംസ്ഥാന ലെവലിൽ മത്സരിച്ചതാണ്. അപ്പോൾ SSK വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്.